ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ചക്കയാണ് കേട്ടോ പരിചയപ്പെടുത്തി തരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാൻ ഈ വീഡിയോ ഇടുന്നതിൻ്റെ 2 ദിവസം മുമ്പ് നമുക്ക് കുറച്ച് വിരുന്നുകാർ വന്നിട്ടുണ്ടായിരുന്നു. തൃശ്ശൂരിൽ നിന്നാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഉപ്പാൻ്റെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ അവിടുന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. തൃശ്ശൂരിൽ നിന്ന് വണ്ടി കയറി വന്നതാണ് കേട്ടോ ഈ ചക്ക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചക്കയാണ്. ഞാൻ ആദ്യം വീഡിയോ എടുക്കുന്നില്ല എന്ന് വിചാരിച്ച്, അപ്പോൾ ഒന്ന് പൊളിച്ച് നോക്കിയിട്ട് ഒരു ചുള തിന്ന് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒന്ന് തിന്ന് നോക്കിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത്. നല്ല അടിപൊളി ചക്കയാണ്. ഈ ചക്കൻ്റെ കളർ എന്ന് പറയുന്നത് നമ്മളെ നാട്ടിലെ ചക്കൻ്റെ പോലത്തെ ഒരു കളറല്ല കേട്ടോ, ഒരു ഡാർക്ക് കളറാണ് കേട്ടോ പുറം ഭാഗം ഉള്ളത്. പിന്നെ ചുളയൊക്കെ ആണെങ്കിലും വലിയ ചുളയും നല്ല ടേസ്റ്റുള്ള ചക്കയാണ്. അപ്പോൾ ഇതാ നമ്മളതൊക്കെ പഴുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ അത് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞു നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് ചക്ക കൊണ്ട് കൂട്ടാനൊക്കെ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ പിന്നെ എല്ലാവരും പറഞ്ഞു അല്ല നമുക്ക് പഴുപ്പിച്ച് നോക്കാം അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് 2 ചക്കയും പഴുപ്പിച്ചെടുത്തേക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട്, വെറുതെ പറയല്ല കേട്ടോ. അപ്പോൾ നമുക്ക് തൃശ്ശൂരിൽ നിന്ന് മലപ്പുറത്തേക്ക് വണ്ടി കയറി വന്നിട്ടുള്ള ചക്കയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ഒരു ചക്കൻ്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. ചക്ക ഇഷ്ടമില്ലാത്ത ഒരാളും ഉണ്ടാവില്ല അല്ലേ, നമ്മൾ മലയാളികൾ പ്രത്യേകിച്ച്. അപ്പോൾ ഇതാ നമ്മൾ എന്നിട്ട് കുറേ എടുത്തിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചക്ക ഹൽവ ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞ്, അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് വേണ്ട നമുക്കിത് ഇങ്ങനെ തന്നെ കഴിക്കാം, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഹൽവയൊക്കെ ഉണ്ടാക്കാൻ നമുക്ക് മധുരമൊന്നും അധികം ഇല്ലാത്ത ചക്ക എടുത്തിട്ടും ഹൽവ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഇതിങ്ങനെ തന്നെ കഴിക്കാമെന്ന് വെച്ചിട്ടാണ് ഇത് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അടുത്തുള്ള വീടുകളിലൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക്